മറ്റു വാർത്തകൾ നോക്കാം. ഗ്യാൻവാപി മസ്ജിദിൽ നിർണായക വിധിയുമായി വാരണാസി കോടതി. മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജയ്ക്ക് കോടതി അനുമതി നൽകി. 7 ദിവസത്തിനുള്ളിൽ പൂജ തുടങ്ങാമെന്നും കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും തുളസി പ്രസാദ് ചേരുന്നു. തുളസി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇങ്ങനെയൊരു കോടതി ഉത്തരവുണ്ടായിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത്? ലിബീഷ്, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായൊരു വിധി ഇപ്പോൾ വാരണാസി ജില്ലാ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഈ ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദു മതവിശ്വാസികൾക്ക് ഗ്യാൻവാപി പള്ളിയുടെ തെക്ക് ഭാഗത്ത് പൂജ ചെയ്യാൻ ഒരു അവസരം ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ 7 ദിവസത്തിനകം ഇതുമായി സംബന്ധിച്ചിട്ടുള്ള, അതായത് ഈ പൂജ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഈ 17-ാം നൂറ്റാണ്ട്, ആ ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രം, ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഇത് ഔറംഗസേബിന്റെ കാലത്ത് തകർത്തതാകാമെന്നതടക്കമുള്ള പല അവകാശവാദങ്ങളും ഹിന്ദു വിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായി ഒരു വിധി വന്നിരിക്കുകയാണ്. 7 ദിവസത്തിനകം തന്നെ ഇതിന്റെ ക്രമീകരണങ്ങൾ നടത്തണമെന്നാണ്. മുദ്ര വെച്ച 10 നിലവറകൾക്ക് മുന്നിലായി പൂജ നടത്താനാണ്, അതായത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് അടിത്തട്ടിലായി വിഗ്രഹങ്ങളുണ്ട് എന്നാണ് ഇപ്പോഴും ഇവർ ഈ ഹിന്ദു വിഭാഗം വിശ്വസിക്കുന്നതും അവർ അവകാശപ്പെടുന്നതും. ഇതിൽ നേരത്തെ തന്നെ ഇതിൽ ആർക്കിയോളജി വിഭാഗം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സുപ്രീം കോടതി അടക്കമുള്ളവർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും നടന്നു വന്നിരുന്നു. അപ്പോൾ ഈ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗങ്ങൾക്കും ഇപ്പോൾ ഗ്യാൻവാപി പള്ളിയിൽ പൂജ നടത്താൻ അല്ലെങ്കിൽ ആരാധന നടത്താൻ ഒരു അവകാശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഈ ഹിന്ദു വിഭാഗത്തിന്റെ അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹിന്ദു വിഭാഗത്തിന്റെ പല അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിന്മേൽ വന്നിരിക്കുന്ന ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത്, ഈ പള്ളിയുടെ തൂണും മറ്റും നേരത്തെ ഉണ്ടായിരുന്ന, അതായത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര നിർമ്മിതിയിൽ നിന്നും അതിൽ നിന്നും വേറെ രീതിയിലേക്ക് നിർമ്മിച്ചതാവാം. ഇതിന്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ ശേഷിക്കുന്നുണ്ട്. അടിത്തട്ടിൽ ഇപ്പോഴും വിഗ്രഹങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ ഹിന്ദു വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഹിന്ദു വിഭാഗത്തിന് ഒരു അനുകൂലമായ ഒരു വിധി ഇപ്പോൾ വാരാണസി ജില്ലാ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കും. ശരി തുളസി, ഗ്യാൻവാപി മസ്ജിദിന്റെ ഒരു ഭാഗത്ത് പൂജയ്ക്ക് അനുമതി നൽകി വാരാണസി കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. 5 ഹൈന്ദവ സ്ത്രീകൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർണായകമായ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും തുളസി പ്രസാദ്.